الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا سمعوا ما أنزل إلى الرسول ترى أعينهم تفيض من الدمع مما عرفوا من الحق يقولون ربنا آمنا فاكتبنا مع الشاهدين. ബഹുമാനികളായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കുവാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ചറബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഭക്തി നിർഭരമായ പ്രാർത്ഥനകളുമായിട്ട് അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവൻ്റെ മസ്ജിദിൽ സമ്മേളിക്കുവാൻ നമുക്കവൻ അവസരം തന്നു, ഭാഗ്യം തന്നു. അൽഹംദുലില്ലാഹ്. ഈ കൂട്ടായ്മയും നമ്മുടെ ഇബാദത്തുകളുമെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവൻ്റെ അനുഗ്രഹീതമായ സ്വർഗലോകത്ത് സമ്മേളിക്കുവാൻ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആഹ്ലാദത്തിനും ആനന്ദത്തിനും വക നൽകുന്ന ജീവിതത്തിലെ 12 മാസങ്ങളിൽപ്പെട്ട ഒരു മാസത്തിൽ നമ്മൾ നിലകൊള്ളുന്നു. ഓരോ അവസരവും പ്രയോജനപ്പെടുത്താൻ വിശ്വാസികൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ മാസത്തിൻ്റെ സവിശേഷത. ജമാഅത്ത് നമസ്കാരമായാലും സുന്നത്ത് നമസ്കാരമായാലും തസ്ബീഹ്, തഹ്ലീല്, അതുപോലെ ദിക്ർ, സ്വലാത്ത്, അതുപോലെ നോമ്പുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കലടക്കമുള്ള സുഹൃതങ്ങൾക്ക്, ദാനധർമ്മങ്ങൾക്ക് ഒക്കെ മനസ്സ് പാകപ്പെടുന്ന ഒരു പ്രത്യേക സമയവും സന്ദർഭവുമാണ്. നമ്മളാക്കിയ ഇരുണ്ട യുഗത്തിലെ മനുഷ്യന്മാരെ ഖിയാമം വരെ നേതൃപദവിയുടെ ഔന്നത്യത്തിലാണ് അവരെന്ന് ബോധ്യപ്പെടുത്തിയ ഒരു വിശുദ്ധ ഗ്രന്ഥമുണ്ട് നമുക്ക്. അതിൻ്റെ പേരാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ പഠിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും അത് പാരായണം ചെയ്യുകയും അനേകം പുണ്യമുള്ള സംഗതികളായിട്ട് പഠിപ്പിക്കുന്നു. റമളാനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ആകെ 3 ആയത്തിൽ അല്ലാഹു അതിൻ്റെ നിയമങ്ങൾ ഒതുക്കി വച്ചിട്ടുണ്ട്. നിസ്കാരം പോലെ ഒരുപാട് സ്ഥലത്ത് ആയത്തുകളിൽ നിങ്ങൾക്ക് നോമ്പിനെ കാണാൻ കഴിയില്ല. ഹജ്ജിനെ പറ്റി ഒരുപാട് ഭാഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.
ഏത് അമലാകട്ടെ അത് പരന്ന് പറയുന്ന ഒരു രീതിയാണ് ഖുർആന്റെ. പക്ഷേ പരിശുദ്ധ റമളാനും നോമ്പും 3 ആയത്തുകളിൽ, അതും ബഖറ സൂറത്തിൽ അല്ലാഹു ഒതുക്കി വെച്ചു. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. വളരെ പ്രധാനമായ തലത്തിലാണ് അതിന്റെ അവതരണം പോലും. റമളാൻ മാസം അവതരിച്ചു, അന്ന് ഖുർആൻ അവതരിച്ചു, നിങ്ങൾക്ക് അനുഗ്രഹം തന്നു. ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ റബ്ബ് പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി, എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ, ഫഇന്നീ ഖരീബ്, ഞാൻ വളരെ അടുത്താണ്. പ്രവാചകരെ, നിങ്ങളോട് എന്റെ അടിമ ചോദിക്കുകയാണ്, ഞാൻ ഇവിടെയാണ്, പറഞ്ഞു കൊടുക്കണം, വളരെ അടുത്താണ്. ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅൻ, അടിമ പ്രാർത്ഥിക്കുമ്പോൾ അവന് നാം ഉത്തരം നൽകും എന്ന് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ മാസമാണ്, തഖ്വയുടെ മാസമാണ്. ജീവിതത്തിലുടനീളം റമദാൻ കഴിഞ്ഞാൽ ഒരുപാട് നന്മകൾ നിലനിർത്താനുള്ള അപൂർവമായ ഊർജം കരഗതമാക്കി മുന്നോട്ട് പോകുന്ന മാസമാണ്. മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ്, അള്ളാഹുവിന്റെ വീട്ടിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒത്തുകൂടി, ഒരു ജനത. യത്ലൂന കിതാബല്ലാഹ്, അവർ അള്ളാഹുവിന്റെ ഗ്രന്ഥം പാരായണം ചെയ്തു. വയതദാറസൂനഹു ബൈനഹും, അവരങ്ങനെ പഠിക്കുകയും ചെയ്തു. എന്നാൽ ഇല്ലാ നസലത അലൈഹിമുസ് സകീന, അവരുടെ മേൽ അല്ലാഹു സമാധാനം ഇറക്കി കൊടുക്കും. വഗശിയഹുമുർ റഹ്മ, അള്ളാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, മലക്കുകളും അവർക്ക് ചുറ്റും പൊതിയും. വദകറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു അവന്റെ ഏറ്റവും അടുത്തവരുടെ അടുക്കൽ അവരെ കുറിച്ച് ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യും. മുസ്ലിം ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. പറഞ്ഞത് ഖുർആന്റെ പ്രാധാന്യമാണ്. അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിന്റെ സിരാ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ഇടക്കിടക്കിറങ്ങി വരുന്ന വഹയാണ്. 23 സംവത്സരങ്ങളാണ് അന്നത്തെ വഹയ്. ഇന്നത്തെ പോലെ ഒരു പുസ്തകത്തിന്റെ ചട്ടയിലായിരുന്നില്ല അത്. ഘട്ടം ഘട്ടമായി, സാന്ദർഭികമായി, ദുഃഖത്തിന്, സന്തോഷത്തിന്, യുദ്ധത്തിന്, പ്രതിസന്ധിക്ക് പരിഹാരമായി ഒക്കെ ജിബ്രീൽ മലക്ക് കടന്നു വരുമായിരുന്നു. അങ്ങനെ വന്ന 23 കൊല്ലത്തെ സംക്ഷിപ്തമാണ് പരിശുദ്ധ ഖുർആൻ. ഇന്ന ഹാദിഹിൽ ഖുലൂബ്, റസൂലുള്ളാഹി ഒരിക്കൽ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങൾ തസ്തഹു, അത് തുരുമ്പ് പിടിക്കും. നമ്മൾ ആത്മപരിശോധന നടത്താം. ഈ റമളാനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്ഥിതി? ഇന്ന ഹാദിഹിൽ ഖുലൂബ് തസ്തഹു, നിങ്ങളുടെ ഹൃദയങ്ങൾ തുരുമ്പ് പിടിക്കും. ഏതുപോലെ കമാ യസ്തഉൽ ഹദീദ് ഇദാ അസ്വാബൽ മാ, വെള്ളം തട്ടുമ്പോ ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന പോലെ നിങ്ങളെ ഹൃദയം തുരുമ്പ് പിടിക്കും. ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടു, യാ റസൂലല്ലാഹ് വമാ ജലാഉഹാ, ആ തുരുമ്പ് നീങ്ങാൻ എന്ത് ചെയ്യണം? ഹൃദയത്തിന്റെ തുരുമ്പ് നീങ്ങാൻ എന്ത് ചെയ്യണം? ഖാല, മറുപടി പറഞ്ഞു, കസറത്തു ദിക്റുൽ മൗത്ത്, മരണത്തെ ഓർമ്മിക്കുന്നത് അധികരിപ്പിക്കുക. വതിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണവും അധികരിപ്പിക്കുക. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് കാണാൻ സാധിക്കും. അതുകൊണ്ട് റമദാൻ കുറച്ച് ദിവസങ്ങളൊക്കെ കടന്നുപോയി, എത്ര ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു? നമ്മൾ ആത്മപരിശോധന നടത്തുക. ഒരുപാട് ഓതിയവരുണ്ടാകാം, ഒരുപാട് 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 പ്രാർത്ഥിച്ചവരുണ്ടാകാം, ഖത്തമൊക്കെ തീർത്തവരുണ്ടാകാം. പക്ഷേ ചില ദൗർഭാഗ്യവാന്മാർ അഹങ്കാരം കൊണ്ടായിരിക്കില്ല, ചിലപ്പോൾ സമയക്കുറവ് കൊണ്ട് തൊട്ടു നോക്കാൻ അവസരം കിട്ടാത്തവർ, പട്ടിണി കിടന്നിട്ട് അങ്ങനെ രാവ് പകൽ തീർക്കുന്നവർ. മല്ലമ്മദ ഖൗല സൂരി വൽഅമില ബിഹി ഫലൈസ ലില്ലാഹി ഹജ അൻ യദഅ തഅമഹു വശറാബ, മോശപ്പെട്ട വാക്കും മോശമായ പ്രവൃത്തിയും ഉപേക്ഷിക്കാതെ വെറുതെ പട്ടിണി കിടക്കണം എന്ന് ഈ ദീനിൽ നിയമമില്ല. ഒരു പട്ടിണി, അതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതേത് ഉപവാസത്തിനുള്ളൊരു സംഗതിയാണ്. റമളാന്റെ നോമ്പാകുമ്പോൾ അതിനോട് നീതി പുലർത്താൻ കഴിയണം. അതുകൊണ്ട് പരിശുദ്ധ റമളാനിൽ എത്ര ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിച്ചു?
ആലോചിക്കാം. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിച്ചവരും അത് പഠിപ്പിക്കുന്നവരുമാണ്. എന്താണ് ഈ ഖുർആന്റെ മഹാത്മ്യം? നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിച്ചവർ, പിന്നെ അത് പഠിപ്പിക്കുന്നവർ. വലിയ ഭാഗ്യമുള്ളൊരു സംഗതിയല്ലേ അത്? നമസ്കാരത്തിന് ആരാണ് ഇമാമ് നിൽക്കേണ്ടത്? ഇസ്ലാമിൽ ചർച്ചയുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനമാണ്, ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുന്നവനാണ് ഇമാമ് നിൽക്കേണ്ടത്. അംർ ബിൻ അബീ സലമ എന്ന് പറയുന്ന കൊച്ചുകുട്ടി ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അന്ന് 9 വയസ്സേ തികഞ്ഞിട്ടുള്ളൂ. നിസ്കാരം നിയമമായി വന്നു. ഞങ്ങളെ നാട്ടിൽ ഞങ്ങളിങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സ്ഥലത്ത് ഒത്തുകൂടിയിട്ടുണ്ട്. ആരാണ് ഇമാമ് നിൽക്കേണ്ടത് ഞങ്ങൾക്കറിയൂല. പെട്ടെന്ന് എൻ്റെ ബാപ്പ നബിയുടെ അടുത്തുനിന്ന് വരിക, എൻ്റെ പിതാവ് അബൂ സലമ അങ്ങനെ വരിക. എന്നിട്ട് അബൂ സലമ എന്ന് പറയുന്ന എൻ്റെ ബാപ്പ പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തുനിന്ന് വരുന്നു, നിങ്ങളിൽ ഇമാമ് നിൽക്കേണ്ടത് ആരാണെന്ന് നബി പറയുന്നുണ്ട്, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ ഖുർആൻ അറിയുന്നവൻ ഇമാമ് നിൽക്കണം. അങ്ങനെ വന്നപ്പോ എല്ലാവരും എന്നെ നോക്കി. അവരെ കൂട്ടത്തിൽ ഏറ്റവും അന്ന് ഖുർആൻ മനഃപ്പാടമുള്ളവൻ ഞാനായിരുന്നു. 9 വയസ്സുള്ള ഞാൻ അവർക്ക് ഇമാമായി നിന്നു. എനിക്കത് മറക്കാൻ കഴിയില്ല. ചില സംഗതികൾ അങ്ങനെയാണ്. ഉഹദ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. 70ഓളം മനുഷ്യന്മാർ മുഅ്മിനീങ്ങളുടെ രക്തസാക്ഷികളായി. ഖബർ മാന്തുക, ഖബർ കുത്തുക, മറവ് ചെയ്യാണ് ഓരോരുത്തരെ. അന്നത്തെ പ്രത്യേക സാഹചര്യം. ചില ഖബറുകളിൽ 2-3 ആളുകളെ വെക്കുക. ഖബറുകൾ ഇങ്ങനെ പണി നടക്കുക. ചോര ഒലിപ്പിച്ച ശരീരങ്ങൾ അങ്ങനെ ഇറക്കി വെക്കുക. അപ്പൊ ആരെയാണ് ആദ്യം വെക്കേണ്ടത്? എന്താണ് ഇതിന് പരിഹാരം എന്നറിയോ? പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു കൊടുത്തു, ഖുർആന ഏറ്റവും കൂടുതൽ അറിയുന്നവർക്ക് മുൻഗണന നൽകണം. മരിച്ചു കിടക്കുന്ന നേരമാണ്. പ്രായം നോക്കിയില്ല, തറവാട് നോക്കിയില്ല, സൗന്ദര്യം നോക്കിയില്ല, സ്വാധീനവും നോക്കിയില്ല, സമ്പത്തും നോക്കിയില്ല. ഒറ്റ മാനദണ്ഡ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുള്ളൂ, നിങ്ങളിൽ ഏറ്റവും കൂടി ഈ കൂട്ടത്തിൽ ഖുർആൻ കൂടുതൽ അറിയുന്നവർക്ക് മുൻഗണന കൊടുക്കണം. ഖുർആന്റെ ഒരു മഹാത്മ്യമാണ്. വഇദാ തുലിയത് അലൈഹിം ആയാതുഹു, ഈ ഖുർആന്റെ വചനങ്ങൾ അവർ ഓതിക്കേൾപ്പിക്കപ്പെട്ടാൽ സാദത്തുഹും ഈമാനാ, വിശ്വാസം വർദ്ധിക്കും. ഇത് അത്ഭുതമാണ്. ഇത് ഹൃദയത്തെ തുളച്ചു കയറുന്നതാണ്. ഇത് അർത്ഥധർമ്മത്തിൽ നിന്ന് മനുഷ്യനെ തടുക്കുന്നതാണ്. ഇത് സകല സംഗീതത്തെയും തോൽപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഉത്തമമായ ഗ്രന്ഥമാണ്. അതുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഈമാനങ്ങ് വർദ്ധിച്ചപ്പോ ഇനി ഞങ്ങൾക്ക് ബലമേൽപ്പിക്കാൻ ഒരേ ഒരുത്തൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അവരുടെ എല്ലാ കാര്യങ്ങളും അവർ അല്ലാഹുവിൽ ബലമേൽപ്പിക്കുകയാണ്. ഇനി അവർക്കൊന്നും പേടിക്കാനില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ നമ്മൾ ബലമേൽപ്പിച്ചു വന്നു, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്, അല്ലാഹുവേ നിന്നെ ബലമേൽപ്പിച്ചു, ദുർബലനാണ് ഞാൻ, യാത്രക്കിടയിൽ എന്ത് സംഭവിക്കും എന്നറിഞ്ഞുകൂടാ, ആംബുലൻസിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുമോ എന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് റബ്ബേ നിന്നിൽ ഞാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്റെ കാര്യം ഏറ്റെടുക്കാൻ ഏറ്റവും നല്ല വക്കീല് അത് നീ അല്ലാതെ മറ്റാരാണ് റബ്ബേ? അബോധം അവർക്കുണ്ടായി. ഖുർആൻ അതുകൊണ്ട് ഓതിവെച്ച മാഇദ സൂറത്തിൽ പറയുന്നുണ്ട്, സഹാബാ കിറാം വഇദാ സമിഉ മാ ഉൻസില ഇലർ റസൂൽ, അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവതരിച്ചു കിട്ടിയ ഈ ഖുർആൻ അവർ കേൾക്കുമ്പോൾ, തറാ നബിയേ നിങ്ങൾ അവരെ നോക്ക്, അഅ്യുനുഹും അവരുടെ കണ്ണുകൾ, തഫീദു മിനദ്ദംഅ അത് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു ഒഴുകുകയാണ്. എന്താ കാരണമെന്നോ, മിമ്മാ അറഫൂ മിനൽ ഹഖ് അതിലെ സത്യം അവര് മനസ്സിലാക്കിയപ്പോ അവരുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുകയാണ്. യഖൂലൂന അവരൊരു പ്രഖ്യാപനവും നടത്തി, റബ്ബനാ ആമന്നാ
അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ ആമന്നാ ഞങ്ങളെ വിശ്വസിച്ചിരിക്കുന്നു ഫക്തുബ്നാ മഅശ്ശാഹിദീൻ അതുകൊണ്ട് ഞങ്ങളെ നീ രേഖപ്പെടുത്തണം ഇത് സാക്ഷിയായവരുടെ കൂട്ടത്തിൽ ഈ ഖുർആനിന് സാക്ഷിയായവരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ നാമങ്ങൾ രേഖപ്പെടുത്തണേ റബ്ബേ എന്ന് മാഇദ സൂറത്തിൽ അല്ലാഹ് പറയാണ്. അതാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ വല്ലാത്തൊരു അത്ഭുതമാണ്. ഷെൽഫുകളിൽ ഇരിക്കാനുള്ളതല്ല, അത് നാവ് കൊണ്ട് ചലിപ്പിക്കാനുള്ളതാണ്. 7 വയസ്സ് മാത്രം പ്രായം മഹാനായ ശാഫിഈ ഇമാമിന് ഖുർആൻ മുഴുവൻ മനഃപ്പാഠമായി. അത്ഭുതമായിരുന്നു അന്നത്തെ കാലത്ത്. ചോദിക്കും ആളുകൾ അദ്ദേഹത്തോട്, പൊന്നുമോനെ ഇത്ര ചെറുപ്പത്തിൽ നീ എങ്ങനെ ഖുർആൻ പഠിച്ചു? അപ്പൊ കണ്ണ് നിറയും, കണ്ണിങ്ങനെ ഒഴുകും. വിനഷ്ടമായ ബാല്യത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു പിതാവിന്റെ ഓർമ്മ, ഓർക്കാൻ പോലും ആവാത്ത പ്രായത്തിൽ നഷ്ടപ്പെട്ട പിതാവ്, പിന്നെ വളർത്തിയ ഉമ്മയാണ് ഖുർആൻ പഠിപ്പിച്ചത്. ഉമ്മയുടെ നടത്തത്തിലും വിരുത്തത്തിലും എപ്പോഴും ഖുർആൻ അതിങ്ങനെ കൊച്ചുനാളിൽ ഈ കുട്ടി കേട്ടോ, അതങ്ങനെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു. അതാണ് ഉമ്മ. ആ ചരിത്രം വായിക്കുമ്പോൾ അതിന്റെ ബാക്കി കാണാം. അന്നത്തെ ഷാഫി ഇമാമിന്റെ ഉമ്മയും ഖുർആൻ മനഃപ്പാടമുള്ള മഹിളാ രത്നമായിരുന്നു എന്നാണ്. ധാരാളം തലമുറകൾ പുസ്തകം ഇപ്പൊ മനഃപ്പാടം പൊതുവെ കമ്മിയായി വന്ന് കണക്ക് കൂട്ടാൻ പോലും അറിയാത്തൊരു കാലമായി പോയി. പണ്ടൊക്കെ ആളുകൾ പേരെടുത്ത് കണക്ക് കൂട്ടുമായിരുന്നു, അതിന് പോലും പറ്റുന്നില്ല. അതിന് വയ്യ. അതിന് വിഷയം വന്ന് പരിചയപ്പെട്ടപ്പോ നമ്മുടെ മനസ്സും യന്ത്രമായി, നമ്മുടെ ജീവിതവും യന്ത്രമായി, നമ്മുടെ സ്വപ്നങ്ങൾ പോലും യാന്ത്രികമായി, നമ്മുടെ പ്രതീക്ഷകൾ പോലും യാന്ത്രികമായി. അതാണ് മാറ്റം. അവിടെയാണ് ഈ ബൈഹാർട്ടായ ആളുകളെ ചരിത്രം അങ്ങനെ അത്ഭുതത്തോടു കൂടി വായിക്കാൻ സാധിക്കും. അതാണ് പരിശുദ്ധ ഖുർആൻ. ധാരാളം അതിന്റെ പാരായണം, അതിലേറെ അതിന്റെ പഠനം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന് ചുറ്റും ആളുകൾ തടിച്ചുകൂടുന്നതാണ് അദ്ദേഹത്തിന്റെ മനോഹരമായ ഖുർആൻ പാരായണം കേൾക്കാൻ. മധുര മനോഹരമായിട്ട് സിദ്ദീഖ് ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ അത് കേൾക്കാൻ ആളുകൾ തടിച്ചുകൂടിയിരുന്നു. ശത്രുക്കളിൽ ചിലർ അബൂബക്കറിനോട് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ഒന്ന് പതുക്കെ ഓതുമോ? ശല്യമായി തുടങ്ങി ഞങ്ങൾക്ക്. അങ്ങനെയാണല്ലോ, കേൾക്കുമ്പോൾ ചിലർക്ക് അരോചകമാകും, ചിലർക്ക് പ്രയാസമാകും. പരീക്ഷയ്ക്ക് പഠിക്കുകയാണ്, ആ ഒച്ചയ്ക്ക് എനിക്ക് വലിയ ബുദ്ധിമുട്ടായി, അവർക്ക് മാറും, വലിയ പ്രയാസമായി മാറും. അവിടെയാണ് സിദ്ദീഖ് പറഞ്ഞു, സാധ്യമല്ല, ഞാൻ എൻ്റെ അതേ ശൈലി തുടരും. ഖുർആൻ വിസ്മയമാണ്, ഖുർആൻ അത്ഭുതമാണ്. ആ പദം തന്നെ നിങ്ങളുടെ വായനയെ പരിപോഷിപ്പിക്കുന്ന പദമാണ്. ഖറഅ എന്ന അറബ് പദത്തിൽ നിന്ന് രൂപഭാവം ചെയ്ത പദം കൂടിയാണ് ഖുർആൻ. വായിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഗ്രന്ഥം എന്നാണ് ആ പദത്തിന്റെ അർത്ഥം പോലും. വാളെടുത്തിട്ട് നബിയെ വെട്ടാമെന്ന ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രം അറിയാത്തവരാരും ഉണ്ടാവില്ല. അങ്ങനെ അങ്ങോട്ട് വരിക ഒരു മനുഷ്യൻ വാളെടുത്ത് വെട്ടാൻ. പക്ഷെ വഴിയിൽ വെച്ച് ചില മാറ്റങ്ങളുണ്ടായി, ചില കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞു. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാറുൽ അർഖമിൽ ഒളിച്ചിരിക്കുന്നിടത്തേക്ക് ചെന്നു. അതിൽ മുട്ടുമ്പോ നോക്കുമ്പോ പുറത്ത് നിൽക്കുന്നത് ഖത്താബിന്റെ മകനാണ്. പേടിയായി എല്ലാവർക്കും. അദ്ദേഹത്തെ വലിയ പേടിയുള്ള കാലമാണ്. അവസാനം ഖത്താബിന്റെ മകന് വാതിൽ തുറന്നു കൊടുക്കാൻ റസൂലുള്ളാഹി പറഞ്ഞു. അദ്ദേഹം അങ്ങോട്ട് കയറി വന്നു, നബിയിൽ വിശ്വസിച്ചു. അതിന് കാരണം പറയുന്നത് തന്റെ സഹോദരിയുടെ വീട്ടിൽ നടന്ന ഖുർആൻ പാരായണമാണ്. എന്ന് തുടങ്ങിയ വാക്കുകൾ ഇങ്ങനെ കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയങ്ങൾ മാറിപ്പോയി. അതിനു മുമ്പേ അപ്പോഴാണ് അവർ ഓർത്തത്, ഒരു പ്രാർത്ഥന പ്രവാചകൻ എപ്പോഴും നടത്തുമായിരുന്നു. അല്ലാഹുവേ, രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഈ ദീനിനെ നീ ശക്തിപ്പെടുത്തണമേ. അതൊന്ന് ഖത്താബിന്റെ മകനും മറ്റൊന്ന് സാക്ഷാൽ അബുൽ ജഹലുമായിരുന്നു എന്നാണ്. പക്ഷെ ഹിദായത്ത് അല്ലാഹു കൊടുക്കുന്നത് ആർക്കെന്നറിയില്ല. അത് അല്ലാഹുവിന്റെ മാത്രം തീരുമാനമാണ്. അതുകൊണ്ട് ഖുർആൻ വിസ്മയമാണ്, ഖുർആൻ അത്ഭുതമാണ്. അതിന്റെ പാരായണം, അതിന്റെ പഠനം അതേറെ പുണ്യമുള്ള സംഗതി. ഓരോ അക്ഷരത്തിനും 10 അക്ഷരത്തിന്റെ പ്രതിഫലം. അത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി പറഞ്ഞു,
ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫ് ലാം മീം എന്നതൊരക്ഷരമെന്ന് ഞാൻ പറയുന്നില്ല. അലിഫുൻ ഹർഫുൻ വലാമുൻ ഹർഫുൻ വമീമുൻ ഹർഫ്. അലിഫ് ഒരക്ഷരമാണ്, ലാമ് വേറെ ഒരക്ഷരമാണ്, മീമ് വേറെ ഒരക്ഷരമാണ്. മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ് ഫലഹു ബിഹി ഹസന. അതിനൊക്കെ പ്രതിഫലം കിട്ടും. ഒരക്ഷരെങ്കിലും ഓതുക എന്നുള്ളതാണ്. ഒരു പേജെങ്കിലും ഖുർആൻ ഓതാൻ സമയം കിട്ടാതെ ഒരു നോമ്പുകാരനായിട്ട് നമ്മുടെ ജീവിതം കടന്നു പോകുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പരീക്ഷണം വേറെ ഉണ്ടോ എന്നാണ് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഖുർആൻ, അതിൻ്റെ പഠനം, അതിൻ്റെ പാരായണം, അതിനനുസൃതമായ ജീവിതം. പുണ്യ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിലെ മുടി നരച്ചത് സഹാബത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവരെല്ലാം കൗതുകത്തോടെ നോക്കുക. കറുത്ത മുടിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ഏറ്റവും സുന്ദരനായ പ്രവാചകൻ, മനോഹരമായ ആ ശരീരത്തിലെ ഇടതൂർന്ന തലമുടി, അതിൽ ചിലതിങ്ങനെ നരച്ചത് കണ്ടു. സഹാബികൾ കാര്യമായി അത് ചർച്ച ചെയ്തു. എന്താ നബിയുടെ മുടി നരച്ചു പോയിട്ടുണ്ട്, എന്താ നരച്ചെന്നറിയൂല. അവസാനത്തൊന്ന് ചോദിക്കണല്ലോ നബിയോട്, നബി ഞങ്ങളെ മുടി നരച്ചിട്ടുണ്ടല്ലോ, പ്രായത്തിൻ്റെതായിരിക്കാം, എന്താണ് നരച്ചത്, രോഗാണോ, എന്താ പ്രശ്നം? അവസാനം ആരാ ചോദിക്കാൻ അവരൊരാളെ കണ്ടെത്തി. അത് മറ്റാരുമല്ല, മിൻ റുആത്തിൽ മുസ്ലിമീൻ ഫഅബൂബക്കറുൻ ഇമാമുൻ ബഅദ ഖൈറിൽ മുർസലീൻ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ തന്നെ കണ്ടെത്തി. അദ്ദേഹമാണ് ഇഷ്ടഭാജന നബിയുടെ എല്ലാം തുറന്നു പറയുകയും കൂടുതൽ അടുപ്പവുമുള്ള അബൂബക്കർ ചെന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖദ് ശിബ്ത, നബിയെ നിങ്ങൾ നരച്ചു, നിങ്ങളുടെ മുടി നരച്ചത് ശ്രദ്ധയിൽപ്പെട്ടു, എന്താണ് കാരണം? എന്ത് കാരണമാണ് നബിയെ നിങ്ങളെ തലമുടി നരച്ചത്? ഖാല, അപ്പോൾ അവിടുന്ന് മറുപടി പറയുന്നു, ശയ്യബ്തനീ സൂറത്ത് ഹൂദ്, സൂറത്ത് ഹൂദ് ഇറങ്ങിയതെന്റെ തല നരപ്പിച്ചു. വൽ വാഖിഅ, സൂറത്തുൽ വാഖിഅയും വൽ മുർസലാത്തി, സൂറത്തുൽ മുർസലാത്തും വന്നബഇ, സൂറത്തുൻ നബഉം വകുവ്വിറത്ത്, സൂറത്ത് കുവ്വിറത്തും തക്വീറും. പരിശുദ്ധ ഖുർആനിലെ 11-ാമത്തെ അധ്യായമായ ഹൂദും 56-ാമത്തെ അധ്യായമായ വാഖിഅയും 77-ാമത്തെ അധ്യായമായ മുർസലാത്തും 78-ാമത്തെ അധ്യായമായ സൂറത്തുൻ നബഉം 81-ാമത്തെ അധ്യായമായ സൂറത്ത് തക്വീറും. ഇതിലൊക്കെ സമാനമായ വിഷയങ്ങളാണ്. പരലോകത്തിന്റെ ഗാംഭീര്യം പറയുന്നു. ഏകദേശം അടുത്തടുത്താണ് ഈ 5 സൂറകളുടെയും അവതരണം. അതിറങ്ങിയതാണ് അബൂബക്കറേ എന്റെ തല നരച്ചത്, അത് മാത്രമാണ് കാരണം, മറ്റൊരു കാരണവുമില്ല എന്ന് മറുപടി കേട്ട് അപ്പോഴാണ് അവർ ഈ സൂറയുടെ ഗാംഭീര്യം തിരിഞ്ഞത്. ഈ ഹദീസ് പഠിക്കുന്ന ഒരാള് ആ സൂറത്ത് അത് വെച്ച് പരതുമ്പോ അത്ഭുതം തോന്നും. മരണത്തെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ജീവിതത്തിന്റെ ക്ഷണികതയെക്കുറിച്ച്, പരലോകത്തിന്റെ ഭീകരതയെക്കുറിച്ചൊക്കെ കൃത്യമായി ഖിയാമത്ത് അടയാളങ്ങളടക്കം പരാമർശ വിധേയമായ പ്രത്യേകമായ സൂറത്തുകൾ അതിന്റെ ഗൗരവത്തോടെ ഉൾക്കൊള്ളാൻ സാധിക്കണം. അതുകൊണ്ട് ഖുർആൻ അത് അത്യത്ഭുതകരമായ ഗ്രന്ഥമാണ്, ചെറുതല്ല. ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദീ ലില്ലതീ ഹിയ ഖവം, ഏറ്റവും നല്ലതിലേക്ക് നിങ്ങളെ വഴി നടത്തുന്നതാണ് പരിശുദ്ധ ഖുർആൻ. ഏറ്റവും നല്ല ഈ മാർഗം, അതുപോലൊരു മാർഗം വേറല്ല. അധർമ്മത്തുനിന്ന് മനുഷ്യനെ ചറകെട്ടി തടുത്തു നിർത്താൻ ഖുർആന്റെ അധ്യാപനങ്ങൾ എത്രമേൽ കൃത്യമാണ്. അതിന്റെ ഗാംഭീര്യം അത്ഭുതകരമാണ്. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. നബിയേ, ഈ ഖുർആൻ എങ്ങാനും വല്ല മലമുകളിലും നാം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അത് ഭക്തി കൊണ്ട്, വിനയം കൊണ്ട് ആ മല താനെ കുനിഞ്ഞു പോകുന്നത് നീ കാണുമായിരുന്നു. ആ വാക്കിലുണ്ട് ഖുർആന്റെ മഹാത്മ്യം.
അതിന്റെ തഫ്സീറുകൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. മനുഷ്യന്റെ ചാബല്യം പറയുന്നുണ്ട് ഖുർആൻ. എല്ലാം ഏറ്റെടുക്കുന്നവനാ മനുഷ്യൻ. ഇന്നാ അർളനൽ അമാനത അല സമാവാതി വൽ അർദ്. ആകാശഭൂമികൾക്ക് നേരെ അല്ലാഹു അമാനത്ത് കട്ടിക്കൊടുത്തു അത്രേ. ഫഅബൈന, അവരൊക്കെ വിസമ്മതിച്ചു, അത് ഏറ്റെടുക്കാൻ അവർ തയ്യാറായില്ല. പക്ഷേ വഹമലഹൽ ഇൻസാൻ, മനുഷ്യൻ മുന്നോട്ട് വന്നു. മനുഷ്യന്റെ ഒരു പ്രകൃതി പറയല്ല, എല്ലാം ഏറ്റെടുക്കും, എന്നിട്ട് അതങ്ങോട്ട് കൊളാക്കും. പല മനുഷ്യന്റെ സ്ഥിതി അതാ. അപൂർവം ചില ആളുകൾ ഏറ്റെടുത്തിട്ട് അത് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അധികാരം ഏറ്റെടുക്കാൻ ഘട്ടം വന്നപ്പോ കൊടൽമാല പുറത്തു ചാടിക്കിടക്കുന്ന മിമ്പറിൽ നിന്ന് മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മെഹ്റാബിൽ ഇങ്ങനെ അവസാനത്തെ കടത്ത ആളുകളപ്പോ ചർച്ച തുടങ്ങി. അടുത്ത ഖലീഫ നിങ്ങളെ മകനെ തന്നെ നിശ്ചയിക്കാം, അബ്ദുല്ലാഹ് ഇബ്നു ഉമർ. അപ്പൊ പറഞ്ഞൊരു മറുപടി ഉണ്ട്, അള്ളാഹ്ക്ക് മുമ്പിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരാള് മാത്രം ഖിലാഫത്തിന്റെ പേരിൽ ഉത്തരം പറഞ്ഞാൽ മതി, എന്റെ മകനെ കൂടി അതിനെ വിളിച്ചെടുക്കണ്ട, ഞാനിക്കെന്നെ പറയാൻ അത്യാവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വായിച്ചെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് അതാണ് മനുഷ്യന്റെ ഒരു പ്രകൃതം പറയണല്ല, ഏറ്റെടുത്തു അല്ല. എന്നിട്ടോ ഒരു കാര്യമല്ല പറഞ്ഞു, ഇന്നഹു കാന വലൂമൻ ജഹൂല, വിഡ്ഢിയായിപ്പോയി, അവൻ അക്രമിയായിപ്പോയി. വളരെ ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ പരിചയപ്പെടുത്തുന്ന ചില പരാമർശമാണത് എന്ന് സാന്ദർഭികമായിട്ട് ഓർക്കുക, മനസ്സിലാക്കുക. അതുകൊണ്ട് ഖുർആൻ ഓതാത്ത ഒരു ദിവസം ഈ റമദാനിലുണ്ടാകരുത്, അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. കൂടുതലൊന്നും വേണമെന്ന് പറയാൻ പറ്റില്ല, ഓരോരുത്തരെ തിരക്കൊക്കെ ഉണ്ടാവും. നമുക്ക് തിരക്ക് എന്താണെന്ന് അള്ളാഹ്ക്ക് അറിയാം. എത്ര വരെ നമ്മൾ തിരക്കുന്നു എന്ന് അള്ളാഹ്ക്ക് അറിയാം. എവിടെ നമ്മൾ ഓടി എത്തുന്നും പഠിച്ചവൻ അറിയാം. അല്ല, എവിടെ പോയാലും എത്തണ ഒരു സ്ഥലമുണ്ട് അവസാനം, വഇലയ്യൽ മസീർ, എൻ്റെ അടുത്തേക്ക് നിങ്ങൾ തിരിച്ചു വരുമല്ലോ. ഖുർആൻ എപ്പോഴും ഇടക്കിടക്ക് അടിക്കടി ചോദിക്കുന്നൊരു ചോദ്യവുമാണ്. അതുകൊണ്ട് ഖുർആനുമായി ബന്ധം പുലർത്തുക, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.